ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാത സന്ദേശവുമായി വീണ്ടും കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഹല്ലേലൂയ ചിലരുടെ തീരുമാനങ്ങൾ വചനത്തിൽ നിന്നോ വായിപ്പാനും പഠിപ്പാനും കർത്താവ് നമുക്ക് ഭാഗ്യം ഒരുക്കി തന്നു. ഇന്നും ഹല്ലേലൂയ ഇന്നും അതിനാധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഹല്ലേലൂയ 15-ാം അധ്യായം നമുക്കറിയാവുന്ന ദൈവത്തിന് സ്തോത്രം ആളാണ് ധൂർത്തുപുത്രൻ്റെ തീരുമാനം. ദൈവത്തിന് സ്തോത്രം. ഞാനത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ 18-ാം വാക്യം. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അവൻ്റെ തീരുമാനമാണ്. നമുക്ക് ഈ 15-ാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 3 ഉപമകളാണ് കർത്താവ് പറഞ്ഞത്. ഒന്ന് ദൈവത്തിന് സ്തോത്രം 100 ആടിൻ്റെ ഉപമ. ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ ദൈവത്തിന് 99-നെയും വിട്ടേച്ച് നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞ് പോകുന്ന ഒരു നല്ല ഇടയനെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. രണ്ടാമത് ദൈവത്തിന് സ്തോത്രം 10 ബ്രഹ്മയുടെ ഉപമ. ദൈവത്തിന് സ്തോത്രം ഒരു സ്ത്രീക്ക് 10 ബ്രഹ്മയുണ്ടെന്ന് ഇരിക്കട്ടെ. ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയാൽ ഹല്ലേലൂയ 9 അവിടെ വെച്ചിട്ട് അവൾ ആ ഒന്ന് നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നടക്കുന്ന ഒരു സഹോദരിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ദൈവത്തിന് സ്തോത്രം വനാന്തരങ്ങളിലാണ് നഷ്ടപ്പെട്ടു പോയ ആദ്യത്തെ ആട്. രണ്ടാമത് ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയി. മൂന്നാമത്തേത് ഭവനത്തിൽ നിന്ന് പോയത് 2 പുത്രന്മാരുണ്ടായിരിക്കട്ടെ. ഒരു പുത്രൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അപ്പനോട് നമ്മളിവിടെ വായിച്ചത് ഇങ്ങനെയാണ്. ഒരു പുത്രൻ തൻ്റെ പിതാവിനോട് തനിക്ക് അവകാശമായി കിട്ടേണ്ട എല്ലാം സ്വരൂപിച്ചിട്ട് അവൻ ദൈവത്തിന് സ്തോത്രം അവൻ പോയി കളഞ്ഞതായിട്ട് നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ അവന് ലഭിച്ചതായ പണം മൊത്തം കൂട്ടുകാരുമായിട്ട് ഒത്തിട്ട് ദൈവത്തിന് സ്തോത്രം അവൻ ദൂർത്തടിച്ചു. ദൈവത്തിന് സ്തോത്രം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അപ്പനിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം അകന്നുപോയ ഒരു ധൂർത്തുപുത്രൻ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി, എല്ലാം ചെലവഴിച്ച ശേഷം അവൻ ആ ദേശത്ത് അവന് വളരെ കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് ദൈവത്തിന് സ്തോത്രം മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ ഹല്ലേലൂയ പൗരന്മാരിലൊരുത്തിനെ ചെന്ന് ആശ്രയിച്ചു എന്ന് നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അല്ലെന്ന് മൊത്തം നഷ്ടപ്പെടുത്തിയ ഹല്ലേലൂയ പുത്രനെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് അപ്പൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തി, ഹല്ലേലൂയ വീട് നഷ്ടപ്പെടുത്തി, താൻ ഹല്ലേലൂയ അവന് ലഭിച്ചതായ പണം മൊത്തം നഷ്ടപ്പെടുത്തി. അവൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം കൊടുക്കുക അവന് മുട്ടുവന്നുവെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് 4 ദൈവത്തിന് സ്തോത്രം സ്നേഹനിധിയായ പിതാവിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് അവന് സംഭവിച്ച 4 കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെ തമ്പുരാനിൽ നിന്ന് കർത്താവിൽ നിന്ന് നമ്മൾ അകന്നു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയമാണ് പ്രിയമുള്ളവരെ ഉണ്ടാകുന്നത്. ഇവിടെ സ്നേഹനിധിയായ പിതാവിനെ കാണിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ പിതാവിൽ നിന്ന് അകന്നു പോയപ്പോൾ അവനുണ്ടായ 4 കാര്യങ്ങൾ നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ. ഒന്ന്, അവന് മുട്ടുവന്നു തുടങ്ങി. ദൈവത്തിന് കുറവുള്ളവനായി തീർന്നു. പിതാവിൻ്റെ വീട്ടിൽ എല്ലാം ഉള്ളവനായിരുന്നു. പിതാവിൻ്റെ ഭവനത്തിൽ അവനൊന്നിനും കുറവില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ കടന്നു വന്നാൽ നമുക്കൊന്നിനും കുറവ് കർത്താവ് വരുത്തത്തില്ലെന്ന് ദൈവജനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ അടുക്കൽ ഒന്നിനും കുറവില്ല പ്രിയമുള്ളവരെ. ദൈവം നമുക്ക് നൽകി തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തന. ഇവിടെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, പിതാവിൻ്റെ ഹല്ലേലൂയ ആ സ്നേഹത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് കടന്നു ദൈവത്തിന് പോയ തൻ്റെ ദൈവത്തിന് ആ പുത്രൻ ദൈവത്തിന് സ്തോത്രം ആദ്യമായിട്ട് അവന് പറ്റിയത് അവന് കുറവുള്ളവനായി. ദൈവത്തിന് സ്തോത്രം മുട്ടുവന്നു തുടങ്ങിയെന്ന ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന് മുട്ടുവന്നു തുടങ്ങി, അവന് കുറവ് വന്നവനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം നഷ്ടപ്പെടുത്തി, പണം നഷ്ടപ്പെടുത്തി, എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഹല്ലേലൂയ യാതൊന്നും കയ്യിലില്ലാത്ത അവസ്ഥയിലായി തീർന്ന ഒരു മകനെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു എന്ന് നമ്മളിവിടെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഭവനത്തിൽ
ദൈവത്തിന് സ്തോത്രം, എല്ലാം ഉള്ളവനായിരുന്നു. അവൻ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇവൻ ദൈവത്തിൽ ഇവിടെ വായിക്കുമ്പോൾ കാണുന്നു, അവൻ പൗരന്മാരിലൊരുത്തിനെ പോയി ആശ്രയിച്ചു. മൂന്നാമതായിട്ട് കാണുന്നു ദൈവത്തിന് സ്തോത്രം, അവിടെ അവൻ്റെ പന്നികളെ മേയ്പ്പാൻ അയച്ചു എന്ന്. ആ ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അല്ലിയ പന്നി അറാം അവർക്ക്. ദൈവത്തിന് സ്തോത്രം, അവൻ്റെ ഭവനത്തിൽ പന്നിയില്ല. അവൻ ദൈവത്തിന് സ്തോത്രം ഇവിടെ അവന് ലഭിച്ച പണി എന്ന് പറഞ്ഞാൽ പന്നിയെ മേയ്ക്കുന്ന പണി എത്രമാത്രം അതപ്പതിച്ച് പോയി എന്ന് നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അല്ലിയ ദൈവത്തിന് സ്തോത്രം പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയത്തെ ഇവിടെ കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹാലലിയ, അവൻ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ ഇട്ടെറിഞ്ഞിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം, ഒരു ഹാലലിയ, ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മൾ വായിക്കുന്നത് ഹാലലിയ, അടുത്തത് കാണുന്നത് നമുക്കിങ്ങനെ, ദൈവത്തിന് വാളവരെ കഴിച്ച് വയറ് നിറയ്ക്കുവാൻ എന്ന് ആഗ്രഹിച്ചെന്ന്. പന്നി കഴിക്കുന്നത് തിന്ന് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അവൻ്റെ ഭവനത്തിൽ സുഖലോലുവനായിട്ട് ഒന്നിനും കുറവില്ലാതെ കഴിച്ചുകൊണ്ടിരുന്നവൻ. ദൈവത്തിന് സ്തോത്രം, ഇവിടെ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ഹാലലിയ വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നമുക്ക് എത്ര അതപ്പതിച്ചു പോയി എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ധൂർത്തുപുത്രൻ എന്ന ദൈവത്തിന് സ്തോത്രം, എന്നിട്ട് അവന് സുബോധം വന്നു. നമ്മൾ വായിച്ചത് അതാ പ്രിയമുള്ളവരെ, അവൻ്റെ തീരുമാനം. ദൈവത്തിന് ഒരു ധൂർത്തുപുത്രൻ്റെ ഹാലലിയ, ഒരു എല്ലാം നഷ്ടപ്പെടുത്തിയവൻ്റെ തീരുമാനം നമ്മളിവിടെ വായിച്ചു. ദൈവത്തിന് സ്തോത്രം, പലപ്പോഴും ജീവിതത്തിൽ കർത്താവിൻ്റെ ഹാലലിയ ആ സ്നേഹത്തിൽ നിന്ന്, പിതാവായ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ കടന്നു മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയമെന്ന് ഇന്ന് രാവിലെ സമയം എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേര് ഹാലലിയ ഇന്ന് രാവിലെ സമയം ഹാലലിയ ഈ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, പിതാവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന്, പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഹാലലിയ ദൈവത്തിന് സ്തോത്രം വിട്ടുപോയവരായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ മടങ്ങി വരിക ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ദൈവത്തിന് സ്തോത്രം, പരാജയമാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ വിളിച്ചു അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ വായിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഹാലലിയ ഭവനത്തിൽ ഒരു കുറവുമില്ലായിരുന്നു. അവൻ്റെ ഹാലലിയ ഭവനം ദൈവത്തിന് സ്തോത്രം വിട്ടാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. പിന്നെയും നമ്മൾ 17 വാക്യം വായിക്കുമ്പോൾ അവന് സുബോധം വന്നു. അതുവരെയും അവന് സുബോധമില്ലായിരുന്നു എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം, അവന് സുബോധം വന്നു. പലപ്പോഴും അപ്പൻ്റെ ഭവനം വിട്ടുപോയാൽ, കർത്താവിൻ്റെ ഭവനം വിട്ടുപോയാൽ പ്രിയമുള്ളവരെ സുബോധം നഷ്ടപ്പെടുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവനെടുത്ത തീരുമാനമാണ് ഞാനിവിടെ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം, അവന് സുബോധം വന്നിട്ട് അവൻ ഹാലലി എങ്ങനെ ചിന്തിക്കുക, എൻ്റെ അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന് പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് ഞാൻ പറയുമെന്ന് അവൻ തീരുമാനിച്ചു. എന്നിട്ട് അവൻ ഹാലലുയ അവൻ്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങിപ്പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ആ അപ്പൻ ദൂരവേ തൻ്റെ മകനെ കണ്ടിട്ട് ആ മകൻ ആ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സമയം മുതൽ ആ അപ്പൻ മകനെ നോക്കി ഇരിക്കുന്ന ഒരു അപ്പനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എത്ര സ്നേഹനിധിയായ പിതാവ്. ദൈവത്തിന് സ്തോത്രം. എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും ആ പിതാവ് തൻ്റെ മകനെ നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുത്തിയാലും ദൈവത്തിന് സ്തോത്രം, പിതാവിൻ്റെ സ്നേഹം എത്ര വലുതെന്ന് നമുക്കിവിടെ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ പിതാവ് തൻ്റെ മകനെ നോക്കി ഇരിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മളവിടെ കാണുന്നത്. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തിന് സ്തോത്രം, ഹാലലിയ, നഷ്ടപ്പെട്ടു പോയാലും അവനെ തിരഞ്ഞു വരുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം രാവിലെ സമയം എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് അവൻ തിരഞ്ഞു വരും. ഹാലലുയ. നമ്മൾ നഷ്ടപ്പെടുത്തി പോയാലും എല്ലാം നഷ്ടപ്പെടുത്തിയാലും ദൈവത്തിന് സ്തോത്രം, ഹാലലിയ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ടെന്ന് ഈ വചനത്തിന് മുമ്പാകെ എനിക്ക് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. കർത്താവിൻ്റെ സ്നേഹം അത്ര വലുതാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇവൻ നഷ്ടപ്പെടുത്തി പോയിട്ടും ആ പിതാവ് തൻ്റെ മകനെ നോക്കിയിരിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് അവൻ ഹാലലിയ ദൂരമേ കണ്ടപ്പോൾ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്തിട്ട് ഹാലലിയ ആ മുഷിഞ്ഞ വേഷം, ദൈവത്തിന് സ്തോത്രം, താടിയും മുടിയും എല്ലാം വളർത്തി വല്ലാത്ത പ്രാകൃതനായ തൻ്റെ മകനെ കണ്ടിട്ടും ആ അപ്പന് മനസ്സിലായി. പ്രിയമുള്ളവരെ, അതാ അപ്പൻ്റെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം, പിതാവിൻ്റെ സ്നേഹം. അതാ ദൈവത്തിന് സ്തോത്രം,
സ്തോത്രം. പിതാവ് ഒരിക്കലും മറന്നു പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. തൻ്റെ മകനെ കണ്ടിട്ട് ആ പിതാവിന് മനസ്സിലായി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയാൽ ദൈവത്തിന് സ്തോത്രം പരാജയമാ. എന്നാൽ തിരിച്ചും കടന്നു വരുമ്പോൾ പിതാവ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവിനെയാ നമ്മൾ സ്നേഹിക്കുന്നത്. ഓടിച്ചെന്ന് ആ അപ്പൻ തൻ്റെ മകനെ വാരി പുണർന്ന് ചുമ്മിച്ചെന്ന് നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ എത്ര സ്നേഹനിധിയായ പിതാവ്, വലിയ വലിയ ഒരുക്കുന്ന നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. നിന്നിട്ട് അപ്പനോട് പറയാം, അപ്പാ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാ, നിന്റെ കൂലി. അപ്പോൾ അത് പറഞ്ഞില്ല അപ്പനോട്. പറയുന്നതിന് മുമ്പേ അപ്പൻ അവൻ്റെ വാ പൊത്തിയെന്ന് ദൈവത്തിന് നമുക്ക് അനുമാനിക്കാം. പ്രിയമുള്ളവരെ, നീ കൂലിക്കാരനല്ല, നീ എൻ്റെ വീട്ടിലെ അവകാശിയാ. ദൈവത്തിന് സ്തോത്രം. ആ ഭവനത്തിൻ്റെ അവകാശിയായി അവൻ മകൻ തീർന്നു എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. മടങ്ങി വന്നാൽ നമ്മളെ സ്വീകരിക്കുന്ന, മടങ്ങി വന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിതാവ് അത്ര വലിയവനാ. പ്രിയമുള്ളവരെ, മടങ്ങി വാ. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരിക. പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുതേ. ദൈവത്തിന് സ്തോത്രം. പരാജയമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാ, അവന് മേൽത്തരമായ അങ്കി ഉണ്ടാക്കി, ദൈവത്തിന് സ്തോത്രം, കാലിൽ ചെരിപ്പിടിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും വലിയൊരു സദ്യ അവിടെ ഒരുക്കിയെന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം നഷ്ടപ്പെട്ടു പോയവൻ തിരിച്ചു വന്നപ്പോൾ വലിയൊരു വിരുന്ന ഭവനത്തിൽ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അതാ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹം വിട്ട് നമ്മൾ ഒരിക്കലും പോകരുത്, പിന്മാറിപ്പോകരുത്. പോയി കഴിഞ്ഞാൽ പരാജയമെന്ന് ഇത് നമ്മളെ വിളിച്ചറിയിക്കുന്നു. ഇത് നമ്മൾ ഹല്ലേലൂയ ഒരു ധൂർത്തപുത്രൻ്റെ തീരുമാനമായി. എന്താ അവൻ്റെ തീരുമാനം? സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെ വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. അവൻ്റെ തീരുമാനത്തിൽ അവൻ ഉറച്ചപ്പോൾ ആ വീട്ടിൽ അവന് വലിയ ഹല്ലേലൂയ സ്ഥാനമാനങ്ങൾ കിട്ടിയതായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന് വരെ വിടുതൽ നമ്മുടെ ദൈവം നൽകി തരുമെന്ന് ദൈവവചനം ഭാഗം എനിക്ക് പറയുന്നതിന് അതിയായ സന്തോഷമുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം പ്രഭാതത്തിൽ പറയുവാൻ അടിനീടയാക്കിയത് ഓർത്ത് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരാജയത്തെക്കുറിച്ച് ഞങ്ങളിവിടെ വായിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ പിതാവിൻ്റെ സ്നേഹത്തിൽ കടന്നു പോകാതെ ദൈവസ്നേഹത്തിൽ മുന്നേറുവാൻ എല്ലാവരെയും ഇടയാക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ ഞാൻ താഴ്ത്തുന്നു. അനുഗ്രഹിക്കണം. പ്രാർത്ഥന അടിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.